ഗുഡ് നൈബർ ടു ബാങ്ക് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ കോഓപ്പറേറ്റീവ് ബാങ്ക്. 17 ബ്രാഞ്ചുകളിലും എനിവെയർ ബാങ്കിംഗ് സംവിധാനം. സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോഓപ്പറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും KTC ബാങ്കിന് സ്വന്തം. ഗുഡ് നൈബർ ടു ബാങ്ക് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ കോഓപ്പറേറ്റീവ് ബാങ്ക്. അലിവ് സ്പെഷ്യൽ സ്കൂളിന്റെ ശിലാസ്ഥാപനം നടത്തി. ഓട്ടിസം പോലുള്ള ജന്മനാ ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് സൗഹാർദ്ദ അന്തരീക്ഷത്തിൽ നൂതന ബോധന മാർഗങ്ങളിലൂടെ വിദ്യാഭ്യാസവും പരിശീലനവും സംരക്ഷണവും നൽകുക എന്നുള്ള ഉദ്ദേശത്തോടെ അലിവ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ മതിലകം പടിയൂരിൽ ആരംഭിക്കുന്ന അലിവ് സ്പെഷ്യൽ സ്കൂളിന്റെയും ഹാജി MK അബ്ദുള്ള മെമ്മോറിയൽ ബിൽഡിംഗിന്റെയും ശിലാസ്ഥാപന കർമ്മത്തിന്റെ ഉദ്ഘാടനം പ്രമുഖ സാമൂഹ്യ പ്രവർത്തകരുടെയും പ്രദേശവാസികളുടെയും സാന്നിധ്യത്തിൽ ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രി ഡോക്ടർ R. ബിന്ദു നിർവഹിച്ചു. സർക്കാരും സമൂഹവും സന്നദ്ധ സംഘടനകളും സുമനസ്സുകളായ വ്യക്തികളും കൈകോർത്ത് പിടിച്ച് പ്രവർത്തിച്ചാൽ മാത്രമേ സമ്പൂർണമായും ഭിന്നശേഷി സൗഹാർദ്ദ സംസ്ഥാനമായി നമുക്ക് മാറാൻ സാധിക്കുകയുള്ളൂ. ഭാഗ്യവശാൽ നിരവധി സുമനസ്സുകളായ വ്യക്തികളും ഹൃദയാലുക്കളായ സംഘടനകളും ഈ ദൗത്യത്തിൽ പങ്കാളികളാകുന്നു എന്നുള്ളത് നമ്മെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷാ നിർഭരമായ ഒരു കാര്യമാണ്. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഭിന്നശേഷി സൗഹാർദ്ദ സംസ്ഥാനമാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇപ്പോൾ പ്രവർത്തിച്ചു വരുന്നത്. ഭിന്നശേഷി കുഞ്ഞുങ്ങളോടുള്ള സമൂഹത്തിൻ്റെ കാഴ്ചപ്പാടിലും സമീപനത്തിലും അവബോധത്തിലുമെല്ലാം പോസിറ്റീവായ നിലയിലുള്ള മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള ഒട്ടേറെ പ്രവർത്തനങ്ങൾ ആവിഷ്കരിച്ചു വരുന്നുണ്ട്. പക്ഷേ എങ്കിൽ പോലും ഒട്ടേറെ പരിമിതികളും വെല്ലുവിളികളും കുറവുകളും നിഴലിക്കുന്ന ഒരു മേഖലയാണ് ഭിന്നശേഷി കുഞ്ഞുങ്ങളുടെ സമ്പൂർണമായ പുനരധിവാസം എന്ന കാര്യം. സമൂഹത്തിലേക്ക് ഒരു സാധാരണ മനുഷ്യജീവി എന്ന നിലയിലേക്ക് അവരെ ഉദ്ഗ്രഥിച്ച് എടുക്കുന്നതിന് ഇനിയും നമ്മുടെ അവബോധത്തിൽ മാറ്റമുണ്ടാകേണ്ടതുണ്ട്. നമ്മുടെ കെട്ടിടങ്ങളുടെയൊക്കെ സ്ട്രക്ചർ തന്നെ വലിയ രീതിയിൽ മാറ്റേണ്ടതുണ്ട്. പൊതു ഓഫീസുകൾ, വിദ്യാലയങ്ങൾ, കാര്യാലയങ്ങൾ, പാർക്കുകൾ, തിയേറ്ററുകൾ ഇതൊക്കെ ഇനിയും ഏത് കാലത്താണ് സമ്പൂർണമായും ഭിന്നശേഷി സൗഹാർദ്ദപരമാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കുക? ബാരിയർ ഫ്രീ കേരള, തടസ്സരഹിത കേരളം എന്നൊരു പദ്ധതി നമ്മൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഒട്ടേറെ കെട്ടിടങ്ങളൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവന്നുകൊണ്ട് ഭിന്നശേഷി സൗഹാർദ്ദപരമാക്കി മാറ്റിയിട്ടുണ്ട്. പക്ഷേ ഇനിയും ആ മേഖലയിൽ ഒരുപാട് ദൂരം മുന്നോട്ട് പോകാനുണ്ട്. മനസ്സലിവുള്ള മുഴുവൻ മനുഷ്യരുടെയും ശ്രദ്ധയും ജാഗ്രതയും ഈ വിഷയത്തിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് സമൂഹത്തിൽ ഒന്നാമത് പരിഗണന അർഹിക്കുന്നവരാണ് ഭിന്നശേഷി മക്കൾ എന്ന കാര്യം പൊതുബോധത്തിൻ്റെ സജീവമായ അംശമാക്കി മാറ്റിക്കൊണ്ട് മുന്നോട്ട് പോയാൽ മാത്രമേ ഈ പ്രശ്നത്തെ നമുക്ക് സമ്പൂർണമായും അഭിസംബോധന ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഒബ്രോൺ ഗ്രൂപ്പ് ചെയർമാൻ MA മുഹമ്മദ് ശിലാസ്ഥാപനം നടത്തി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് മുഖ്യാതിഥിയായിരുന്നു. പടിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലിജി രതീഷ്, അലിവ് അഡ്വൈസറി ബോർഡ് ചെയർമാൻ KK കുഞ്ഞുമൊയ്തീൻ, CP ട്രസ്റ്റ് ചെയർമാൻ CP സാലിഹ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ബിജോയ് കളരിക്കൽ, സുനന്ദ ഉണ്ണികൃഷ്ണൻ, ജോയ്സി ആന്റണി, MM നജീബ് തുടങ്ങിയവർ സംസാരിച്ചു. അലിവ് പ്രസിഡന്റ് VM ഷൈൻ അധ്യക്ഷനായി. അലിവ് ജനറൽ സെക്രട്ടറി KM അബ്ദുൾ ജമാൽ സ്വാഗതവും അലിവ് ട്രഷറർ KK സുൽഫി നന്ദിയും പറഞ്ഞു. Tradition since 1969. Lakshmi Jewelry, Kodunallur, North Paravur, Chalakudi.